Hi friends, welcome to Shilu's kitchen. നല്ലൊരു സ്പൈസി ടേസ്റ്റി മട്ടൺ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മട്ടൺ വിന്താലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മസാലയ്ക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, ഇത്രയുമാണ്. പിന്നെ 4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കിലോ മട്ടൺ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയുമാണ്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള കടുകും അതുപോലെ തന്നെ പെരിഞ്ജീരകം എല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികളുണ്ടല്ലോ, മല്ലിപ്പൊടി, അത് മുളക് പൊടി, അതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സുർക്കയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്കിപ്പോൾ അരഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മട്ടണിൻ്റെ അകത്തേക്ക്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടണിൻ്റെ അകത്തേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മട്ടണിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാലക്കൂട്ട് എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 വലിയ സവാള ഞാനിവിടെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 കരണ്ടി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ സവാളയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സവാളയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മളിപ്പോൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിപ്പോൾ മട്ടണിനകത്ത് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി ഒരു വൈറ്റ് കളറായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇപ്പോൾ ഈ ഉള്ളിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ മട്ടൺ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെക്കാം. ഇപ്പം മട്ടണൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെന്ത മട്ടൺ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ളൊരു കറിയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മട്ടൺ കറിയാണിത്, മട്ടൺ വിന്താലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ലൈക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ ഇനി നമ്മൾ ഒരു പ്ലേറ്റിനകത്തേക്ക് നമുക്കിത് മാറ്റാം. എരിവും അതുപോലെ തന്നെ നല്ല നമ്മളൊരു വിനിഗറൊക്കെ ഒഴിച്ചതുകൊണ്ട് കുറച്ചൊരു പുളിയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.